This is the Ask Dopper series. അത് ശരിക്കും എൻ്റെ ലൈഫിൽ ഗെയിം ചേഞ്ച് ചെയ്തൊരു സംഭവം. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ സപ്പോർട്ടും ഇവിടെ നിന്ന് കിട്ടും. Humiliation ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. കേരളത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും കളിയാക്കും. സോ ഞാനപ്പോൾ റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ സെഷനിൽ നമ്മളിവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ടോപ്പർ NIDയും നിഫ്റ്റും ഫോക്കസ് ചെയ്തുകൊണ്ട് ലാസ്റ്റിൽ NIDയും നിഫ്റ്റും ബോത്ത് ക്ലിയർ ചെയ്ത് NID ആന്ധ്രാപ്രദേശിലേക്ക് ജോയിൻ ചെയ്യുന്ന ദേവ് കൃഷ്ണയാണ്. ഹലോ എവ്രി വൺ, ദിസ് ഈസ് ദി ആസ്ക് ഡോപ്പർ സീരീസ്. വെൽക്കം ദേവ്. എനിക്കിപ്പം ഞാൻ മോസ്റ്റ്ലി ദേവിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള വർക്ക്സ് റീൽസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സോർട്ട് ഓഫ് ഫാഷനിലേക്ക് ഒരു ഭയങ്കര ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റൈലിസ്റ്റിലേക്ക് ഒരു ഭയങ്കര ഓറിയൻറ്റേഷൻ തോന്നാറുണ്ട്. അപ്പോൾ അതിനോടൊരു ഇൻട്രസ്റ്റ് ഇൻഹറൻ്റ്ലി ഉണ്ടോ? യെസ്, അത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു 6th ആ ഒരു ടൈം തൊട്ട് എന്താ പറയുക, ഇങ്ങനെ ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും വെയർ ചെയ്യണം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും കളിയാക്കും. അപ്പോൾ അങ്ങനെ കുറേ ഇങ്ങനെ കളിയാക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കളിയാക്കുമ്പോൾ എന്താ പറയുക, അത് കൂടുതൽ ഇൻസ്പയറിങ് ആവും, എനിക്കത് ഫ്യൂവൽ പോലെ. അപ്പോൾ ഞാനത് അതിൻ്റെ എക്സ്ട്രീമിൽ ചെയ്യും. അങ്ങനെ ഞാൻ ആ ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്. Humiliation ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്, ആ ഒരു സ്ട്രാറ്റജി. നിഫ്റ്റ് NID ഉണ്ടെന്ന് അറിയണത് ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ്. അത് +2 പഠിക്കുമ്പോൾ അറിയണത്. ഈ ഫാഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ബിക്കോസ് അതൊരു സൈഡിലെ പോലെ എൻ്റെ ഒരു ഹോബി പോലെ കൊണ്ടുപോയിട്ട് അതിലൊരു കരിയർ ഉണ്ടാക്കുകയാണെന്നായിരുന്നു. അതൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് പോണ വഴി എനിക്ക് അറിയായിരുന്നില്ല ശരിക്കും. ചൂസിങ് ഒക്കെ മെയിനായിട്ട് വരുന്നത് 10th കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 8th കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ. 8th കഴിഞ്ഞിട്ട് ചിലപ്പോൾ ലാംഗ്വേജസ് നമുക്ക് ചൂസ് ചെയ്യാൻ വരും, അല്ലെങ്കിൽ 10th കഴിയുമ്പോൾ ഇങ്ങനെ കരിയർ ചൂസ് ചെയ്യാൻ വരും. അപ്പോൾ 10th കഴിഞ്ഞപ്പം എന്തായിരുന്നു ദൈവം എടുത്തിട്ടുണ്ടായിരുന്ന ഡിസിഷൻ എന്തായിരുന്നു? 10th കഴിഞ്ഞപ്പോൾ എനിക്ക് 10th നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സയൻസ് അന്ന് അത്യാവശ്യം ഇഷ്ടമായിരുന്നു പഠിക്കാനായിട്ട്. ബട്ട് 10th സയൻസ് അല്ല +1 സയൻസ് എന്ന് +1 2 മാസം പോയപ്പോൾ മനസ്സിലായി. സോ ഞാൻ സയൻസ് ആയിരുന്നു ചൂസ് ചെയ്ത്, കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. ബയോളജി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് ഉണ്ടായിരുന്നു JEEയുടെ. സോ അതായിരുന്നു ഞാൻ പോയായിരുന്നത്. ബിക്കോസ് എല്ലാം ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞില്ല, അതിലെല്ലാം ഒരു സംഭവം മാത്രമേ സ്റ്റേബിളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് ഡ്രോയിങ് ആയിരുന്നു. അത് 2nd സ്റ്റാൻഡേർഡ് തൊട്ട് 10th വരെ എൻ്റെ കൂടെ ഉണ്ടായി. സോ ബാക്കിയുള്ളത് ഇങ്ങനെ മാറി പോകുമായിരുന്നു. ഇതാണ്. അപ്പോൾ ഞാൻ ഒന്ന് ചിന്തിച്ചപ്പോൾ അതെൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. സോ ഡിസൈൻ തന്നെ പോവാന്ന് വെച്ചു. നമുക്ക് ഇത് മനസ്സിലായിരുന്നില്ല. ഞാൻ വിചാരിച്ച് JEE ആയിരുന്നു, IITയിലാണ് ഡിസൈൻ എന്ന് വെച്ചാൽ അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ആയിട്ട് പോയതാണ് ആക്ച്വലി. ഈ JEE എന്ന് പറയുന്നത് JEE പേപ്പർ 1 ആണ്, അതായത് ഹാർഡ് കോർ എഞ്ചിനീയറിംഗ് ആണ്, BTech. ഓക്കെ, അപ്പോൾ 2 വർഷമാണ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, 11th 12th. ഓക്കെ, അപ്പം 2 വർഷം JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണതും JEE പേപ്പർ 1 വേണ്ടിയിട്ട്. അതിനുശേഷം ഫൈനലി JEE എഴുതുന്നില്ല. അപ്പം എന്താണ്, ഹൗ ഡിഡ് യു അറൈവ് അറ്റ് ദാറ്റ് ഡിസിഷൻ? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് +1 അവരോരോ പ്രോബ്ലംസ് നമുക്ക് വരുമല്ലോ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അത് ക്ലാസ്സിൽ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇതെൻ്റെ ഫീൽഡല്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമായിരുന്നു. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും +2 കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പോയ വഴി തെറ്റിയല്ലോ, അതൊന്ന് തിരിച്ചു വന്നിട്ട് എൻ്റെ കറക്റ്റ് വഴി കണ്ടുപിടിക്കണം എന്നായിരുന്നു ആഗ്രഹം. സോ ഞാനപ്പോൾ +2 കഴിഞ്ഞപ്പോൾ ഞാൻ മാർക്ക് എനിക്ക് കുറവായിരുന്നു കമ്പയർ ടു 10th. അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ കുറേ അഡ്വൈസസ് ഒക്കെ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു സെൽഫ് ഡൗട്ട് തീർക്കാൻ വേണ്ടി ഞാനൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തു. സോ അവിടെ വെച്ചിട്ട് എനിക്ക് NIDയും നിഫ്റ്റും ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോഴാണ്. എന്നിട്ട് ഞാൻ അതിലേക്ക് മാറി. അതെങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ്? അപ്പോൾ അതൊക്കെ അത്ര കോമൺ ആയിട്ടുള്ളൊരു കാര്യമല്ല. നോട്ട് എവറി സ്റ്റുഡൻറ് ഗെറ്റ്സ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ടെസ്റ്റ് യുവർ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഓൾ. ഇപ്പോൾ അത് പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഒരു 4 വർഷം മുന്നേ എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? അത് അമ്മ കാരണമാണ് ആക്ച്വലി. മീൻസ് അമ്മ അത്യാവശ്യം എന്താ പറയുക, ഇങ്ങനത്തെ കാര്യത്തിലേക്കും കുറച്ചുകൂടി ശ്രദ്ധ ഉള്ള ഒരാളായിരുന്നു. അതെനിക്ക് ശരിക്കും എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു ആക്ച്വലി, ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഇത് ആസ് ഐ അണ്ടർസ്റ്റാൻഡ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ടാവും. യു വുഡ് ഹാവ് ഗോട്ട് ആൻ ഐഡിയ. അപ്പോൾ എന്തൊക്കെയായിരുന്നു അത്? റിസൾട്ടിൽ കുറച്ചൊന്ന് ബ്രീഫായിട്ടൊന്ന് പറയാമോ, എന്തൊക്കെയായിരുന്നു? ലൈക്ക് അത് നമുക്കൊരു നോർമൽ ടെസ്റ്റാണ്. അതിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് നമുക്ക് കിട്ടും, ഇങ്ങനെ നമ്മുടെ ഓരോ ടാലൻറ്റിൻ്റെ ഓരോ പോയിന്റ്സ്. അതിൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് അതെൻ്റെ ഫീൽഡല്ല എന്ന് മനസ്സിലാവുന്നു.
അതേപോലെ തന്നെ ഏറ്റവും വീക്ക് ഞാൻ മാത്സ് ആയിരുന്നു. സോ എനിക്ക് ഏറ്റവും കൂടുതൽ കിടന്നായിരുന്നത് ബോഡ്ലി കൈനസ്തെറ്റിക്കും പിന്നെ വിഷ്വൽ സ്പേഷ്യലും പിന്നെ ഇൻട്രാപേഴ്സണലും. അത് ഓൾറെഡി അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകാൻ തന്നെ പറ്റിയത്. പിന്നെ എന്താ പറയുക, വിഷ്വൽ സ്പേഷ്യൽ ആണ് ഡിസൈൻ ഒക്കെ വരുന്നത്. പിന്നെ കൈനസ്തെറ്റിക് ആയിട്ടുള്ള എല്ലാ ഹോബീസും എനിക്ക് അതിൻ്റെ കൂടെ തന്നെ ചെയ്യായിരുന്നു. സോ ഞാനപ്പോൾ എന്താ പറയുക, ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അപ്പോൾ എനിക്കൊരു ബ്രീഫ് ചെയ്ത് തന്ന് ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കുറിച്ച്. ഏതൊക്കെ എക്സാംസ് എഴുതി, അതിന്റെ റിസൾട്ടുകൾ എങ്ങനെയൊക്കെയായിരുന്നു ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ UCയുടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് UCയുടെ അറ്റംപ്റ്റ് ആയിരുന്നു ദേവിന്റെ? എൻ്റെ ലാസ്റ്റ് UC അത് ഞാൻ വെറുതെ എഴുതിയതാണ്. ആക്ച്വലി UCയുടെ ഞാൻ നോക്കണ്ടായിരുന്നില്ല. പക്ഷേ എൻട്രൻസ് ചെയ്തും എല്ലാം എഴുതാനായിട്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. സോ ഞാൻ UCയുടെയും നിഫ്റ്റും NIDയും പിന്നെ പ്രൈവറ്റ് കോളേജസിൻ്റെയും ചെയ്തായിരുന്നു. അതിലെനിക്ക് നിഫ്റ്റ് എനിക്ക് ഫസ്റ്റ് റൗണ്ട് ഞാൻ ക്വാളിഫൈ ആയിരുന്നു. NID 1.5 മാർക്സിന് പ്രിലിംസ് ഡിസ്ക്വാളിഫൈ ആയി. ഓക്കെ. അപ്പോൾ അതിങ്ങനെ റിസൾട്ട് എന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇങ്ങനെ ഭയങ്കര ഡിസാർട്ടനിങ് ആയിട്ടുള്ളൊരു സ്റ്റേജ് അല്ലേ? കാരണം ഹിസ്റ്ററി വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ 2 years യു സ്പെൻഡ് JEEക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഐ എം അസ്യൂമിങ് എന്തായാലും അവിടെ കോൺഫിഡൻസ് ലോ ആയിരിക്കും. കാരണം ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്ന സബ്ജക്റ്റുകളാണ് പഠിച്ചിരിക്കുന്നത്. അതിനുശേഷം 1 year നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. ദെൻ യു ആർ അഗെയിൻ മിസ്സിങ് ഇറ്റ്. 1.5 മാർക്സ് ആണെങ്കിലും അവിടുന്ന് പിന്നെ എങ്ങനെയാണ്, ഹൗ യു ഡിസൈഡിങ് ടു ടേക്ക് അനദർ ഇയർ ഡ്രോപ്പ്? ഇങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഇങ്ങനത്തെ സെയിം എനിക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ട്. മീൻസ് ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഇങ്ങനെ ഓരോ എന്തോരം ചെയ്താലും കുറേ പ്രാവശ്യം അത് ഫെയിലായി പോകും. ഞാൻ ഫെയിൽ ആയാലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുമ്പോൾ അറ്റ് ദ എൻഡ് എനിക്ക് അതിൽ സക്സസ് ആവാൻ പറ്റാറുണ്ട്. സോ ഞാനപ്പോൾ റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. റിസ്ക് എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കൂട്ടത്തിലാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് ഇയർ പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ശരിക്കും ഞാൻ നിഫ്റ്റ് ഫസ്റ്റ് റൗണ്ട് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നല്ലോ. സോ ഞാനപ്പോൾ സെക്കൻഡ് റൗണ്ടിന് വേണ്ടിയിട്ട് ആണ് തിങ്കിൽ ആദ്യം ജോയിൻ ചെയ്യണത്. സോ തിങ്കിലെ അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അന്ന്. അതായത് ഫസ്റ്റ് ആ ബ്രേക്ക് എടുത്ത ഫസ്റ്റ് ഇയറിന്റെ നിഫ്റ്റിന്റെ സിറ്റുവേഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് അത് നടന്നില്ല. ഓക്കെ. സോ ഞാനന്ന് കോച്ചിങ് ചെയ്യാനായിട്ട് മീൻസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചായിരുന്നു. യൂട്യൂബിൽ നോക്കി പഠിക്കാൻ നോക്കി വെച്ചു. പക്ഷേ എൻ്റെ അടുത്ത് എൻ്റെ മാമൻ പുള്ളി പറഞ്ഞു, ജസ്റ്റ് പോയിക്കോ, നിങ്ങൾക്ക് എങ്ങനെയായാലും പഠിക്കണം, അവിടെ പോയി കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും. സോ അവരുടെ ഐഡിയാസൊക്കെ കണ്ട് നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. സോ അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ തിങ്കിലേക്ക് വരുന്നത്. ഓക്കെ. അത് ശരിക്കും എൻ്റെ ലൈഫിൽ ഗെയിം ചേഞ്ച് ചെയ്തൊരു സംഭവം. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആ വർഷം കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യു ആർ അഗെയിൻ പ്രിപ്പയറിങ് എഗെയിൻ. ഓക്കെ. അപ്പോൾ തിങ്കിലാണ് പിന്നെയും വന്ന് ജോയിൻ ചെയ്യുന്നത്. അത് ഏത് ബാച്ചായിരുന്നു, എന്ത് ടൈപ്പ് ബാച്ചായിരുന്നു അത്? ഞാൻ റെഗുലർ ബാച്ചായിരുന്നു. ഓക്കെ. അപ്പോൾ അതിനുശേഷം എങ്ങനെയായിരുന്നു പിന്നെ തിങ്കിൾ എക്സ്പീരിയൻസ്? തിങ്കിൾ എക്സ്പീരിയൻസ് എനിക്ക് ഫസ്റ്റ് ഇയർ ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ലാക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. ബട്ട് എനിക്കൊരു സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. പക്ഷേ തിങ്കിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ഓൾ അറൗണ്ട് സപ്പോർട്ടാണ്. എന്തിലും നമുക്കൊരു സപ്പോർട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇഫ് യു ആർ വർക്കിംഗ് വിത്ത് യു വിൽ ഡെഫിനറ്റ്ലി അച്ചീവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. സോ ആ സംഭവം നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ സപ്പോർട്ടും ഇവിടെ നിന്ന് കിട്ടും. അത് ഒരു തരത്തിൽ ഞാൻ ഡൗട്ട് ചെയ്യണില്ല. അതെനിക്ക് കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു. ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് എല്ലാ സപ്പോർട്ടും എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫാക്കൽറ്റീസായിട്ടും ഇവിടുത്തെ എല്ലാ സ്റ്റാഫ്സും.